എന്താണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ്? ഇത് കാരണം ലോകം മുഴുവൻ റിസഷനിലേക്ക് പോവാണ്, സാമ്പത്തിക മാന്ദ്യം വരാൻ പോവാണ് എന്നൊക്കെ എല്ലാവരും എന്തുകൊണ്ടാണ് പറയുന്നത്? അത്രയ്ക്ക് വലിയൊരു സംഭവമാണോ ഇത്? ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് തവിട് പൊടിയായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ കഴിഞ്ഞ ആഴ്ച ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം $6.5 ട്രില്യൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിരിക്കുന്നത്, നഷ്ടം വന്നിരിക്കുന്നത്. മില്യൺ അല്ല, ബില്യൺ അല്ല, ട്രില്യൺ. അപ്പൊ ബേസിക്കലി എന്താണ് ഈ താരിഫ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. മനസ്സിലാവാൻ എളുപ്പത്തിൽ ഒരു കാര്യം പറയാം. അതായത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, അത് നമ്മുടെ കേരളക്കാരനെ പോലെയാണ്. അതായത് ഇവിടെ ഒരുപാട് മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നോവേഷൻ ഉണ്ട്, എന്നാൽ എല്ലാ പ്രൊഡക്ട്സും പുറത്തുനിന്ന് അകത്തേക്ക് വരണം. ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കുടുങ്ങും. നമ്മുടെ കേരളത്തിലും സെയിം അവസ്ഥയാണ്. അരി പോലും പുറത്തുനിന്ന് വരണം, അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സാധാരണ ഈ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തുനിന്നുള്ള കമ്പനീസ് ഒരുപാട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഈ മാർക്കറ്റ്സ് ഫ്ലഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം വെക്കും. നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. അതായത് ഒരു കാറ് പുറത്തുനിന്ന് ഫോറിൻ കാർ അകത്തേക്ക് ഇന്ത്യക്ക് കൊണ്ടുവരണമെങ്കിൽ 115% ടാക്സ് കൊടുക്കണം. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾ വന്ന് നമ്മളവിടെ ഒരു ഫാക്ടറിയൊക്കെ ബിൽഡ് ചെയ്ത് ഇവിടെ വന്ന് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഒരു ഗുണം ഒരു ദോഷമുള്ളത്, ഗുണം ഇന്ത്യക്കാർക്ക് ഗുണമാണ്. ഇവിടെ വന്ന് ഫാക്ടറി കെട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. ആ ഫാക്ടറി കെട്ടുന്ന ആ ഒരു പ്രോസസ്സും എല്ലാം ഇന്ത്യക്കാർക്കാണ് ബെനിഫിറ്റ്. പക്ഷെ ആ പുറത്തുനിന്ന് വരുന്ന കമ്പനിക്ക് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് ഒരു കമ്പനിക്ക് ഇന്ത്യക്ക് വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതാണ് അതിൻ്റെ ദോഷം. ഇപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം നടക്കില്ല. ഇത് വന്ന് ഇത് എപ്പോൾ ഫാക്ടറി കെട്ടി, എപ്പോൾ മാനുഫാക്ചറിങ് തുടങ്ങി, എപ്പോൾ സെയിൽസ് നടത്താനാണ്. കൊല്ലങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണത്. ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് ഈ സംഭവം നടക്കില്ല. അപ്പോൾ നമുക്കറിയാലോ, ഈ ചൈനയാണ് ഈ മാനുഫാക്ചറിങ്ങിലും ഈ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടറീസ് എല്ലാം ചൈനയിലാണ്. 400 ബില്യൺ ആണ് ഒരു വർഷം അമേരിക്കക്കാർക്ക് ചൈനക്കാർ അയക്കുന്ന പ്രൊഡക്ട്സ്. അപ്പൊ ട്രംപ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് വെറുതെ പ്രൊഡക്ട്സ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്? നമുക്ക് അകത്തുനിന്ന് നമുക്ക് തന്നെ പ്രൊഡക്ട്സ് ഇനി ഉണ്ടാക്കാം. അപ്പൊ ചുമ്മാ അങ്ങനെ പറഞ്ഞ ഈ കമ്പനിക്കാരൊന്നും കേൾക്കില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എവിടെ നിന്നാണോ ഈ അമേരിക്കയ്ക്ക് ഇവർ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പനിക്കാർ, ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ ടാക്സ് ഇവർ കൂട്ടാണ്. ചൈനയ്ക്ക് 34% ടാക്സ് എക്സ്ട്രാ ആക്കി. അതായത് നിങ്ങളിപ്പോൾ ഒരു അമേരിക്കയിൽ കമ്പനി നടത്താന്ന് വെക്കുക, ചൈനയിൽ നിന്ന് നിങ്ങൾ 100 രൂപൻ്റെ സാധനം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് ഇപ്പോൾ അത് 134 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ 10% ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതിന് എന്ത് ചെയ്യും? വില കൂട്ടും. വില കൂട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ സാധനം വാങ്ങിക്കാൻ ആരും ഉണ്ടാവില്ല. ആൾക്കാരുടെ പൈസ വേണ്ട ഇതൊക്കെ മേടിക്കാൻ. ഈ പെട്ടെന്ന് ഓരോ സാധനങ്ങൾക്ക് വില കൂട്ടിയാൽ എങ്ങനെ മേടിക്കും? അതേപോലെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇട്ടും പണി കൊടുത്തിട്ടുണ്ട്. 26% ഇന്ത്യക്കാർക്ക് ടാക്സ് കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കാരെങ്കിലും അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്കും പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ട്രംപ് ചെയ്യുന്നത് റെസിപ്രോക്കൽ താരിഫാണ്. അമേരിക്കയ്ക്ക് എത്ര താരിഫ് ഓരോ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ടോ അതിന്റെ പകുതി അല്ലെങ്കിൽ അത്രത്തോളം ടാക്സ് അവർ മറു ടാക്സ് ആയിട്ട് വെക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് ഒരു സാധനം വരണമെങ്കിൽ 52% കൊടുക്കണം. അപ്പൊ ട്രംപ് പറയുന്നത് പകുതിയെങ്കിലും ഞങ്ങളും വരുത്തണ്ടേ. അങ്ങനെയാണ് 26% ആക്കിയിരിക്കുന്നത്. സംഭവം കേൾക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമായി തോന്നിയെങ്കിൽ ഇത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇതിപ്പോൾ നാളെയോ മറ്റന്നാളോ ഈ കമ്പനീസ് വന്ന് അമേരിക്കയിൽ അങ്ങനെ ഒരുപാട് ഫാക്ടറി ഒന്നും പണിയാൻ പോകുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 100 രൂപയ്ക്ക് ചൈനയിൽ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതേ സാധനം നിങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് 500 രൂപയായിരിക്കും അതിന്റെ കോസ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ്? ആ ചൈനയിലെ ചങ്ങായി 12 മണിക്കൂർ പണിയെടുക്കും. അവൻ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മതി, അവൻ ഹാപ്പിയാണ്. അതുപോലെയല്ല അമേരിക്കയിലെ ലേബർ ലോസും അമേരിക്കയിലെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇത് ഷോർട്ട് ടേമിൽ ഇത് വർക്കാവില്ല, ലോങ് ടേമിൽ ചിലപ്പോൾ വർക്കാവും. അതാണ് അവസ്ഥ. ഇത് കാരണമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തവിട് ഓടിയായിരിക്കുന്നത്. ചൈനക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടൊരു 34% കൂട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ചൈനയ്ക്ക് പോകണമെങ്കിൽ ഇനി 34% കൊടുക്കണം. ചൈന മാത്രമേ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളൂ. വേറെ ആരും ഇതുവരെ ഈ വീഡിയോ ഇറങ്ങുന്നത് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.